ജനനശേഷം വീണ്ടും തന്റെ പ്രൊഫഷണൽ ലൈഫിലേക്ക് പഴയതിനേക്കാൾ ഇരട്ടി എനർജിയോടെ തിരികെ വന്നിരിക്കുകയാണ് നടി അമല പോൾ. ഇപ്പോൾ താരം തന്റെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ തിരക്കുകളിലാണ്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളം സെന്റ് ആൽബർട്ടേഴ്സ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ അമല ലെവൽ ക്രോസ് ടീമിനൊപ്പം എത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ കറുത്ത നിറത്തിലുള്ള ഡീപ് നെക്കുള്ള മിനി ഡ്രസ്സായിരുന്നു അമല പോൾ ധരിച്ചിരുന്നത്. പരിപാടിയുടെ വീഡിയോ വൈറലായതോടെ അമലയ്ക്ക് നേരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസയും അമലയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. രൂക്ഷമായ സൈബർ ആക്രമണം നടത്തിയിരുന്നു. ചടങ്ങിൽ അമല പോൾ ധരിച്ച വസ്ത്രത്തെ ബന്ധപ്പെടുത്തിയാണ് താരത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. മുംബൈയിലെ ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പരിപാടിക്കാണ് ക്ഷണിച്ചത് എന്ന് എത്ര വലിയ നടിയായാലും അറിഞ്ഞിരിക്കണം. മാദക വേഷത്തിലെത്തിയ ആ നടിക്കൊപ്പം വേദി പങ്കിടാതെ വൈദികർ എഴുന്നേറ്റ് പോകണമെന്നായിരുന്നു. ഇനി അതല്ല, എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേക്ക് സണ്ണി ലിയോണിനെയോ മിയ ഖലീഫയോ മുഖ്യ അതിഥിയാക്കണമെന്നായിരുന്നു കാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിനെതിരെ നിരവധി വിമർശനങ്ങളും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ ആ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അമല പോൾ. ആ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഉചിതമല്ലാത്തതാണെന്നോ കരുതുന്നില്ല. ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ചിരിക്കുന്ന വിധം അനുചിതമായിരിക്കും. എങ്ങനെയാണ് വസ്ത്രം പ്രദർശിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം എൻ്റെ നിയന്ത്രണത്തിലല്ലല്ലോ. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന സന്ദേശമാണ് കോളേജിൽ പോകുമ്പോൾ എനിക്ക് നൽകാനുള്ളത് എന്നാണ് അമല പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജിത്തു ജോസഫ് അവതരിപ്പിച്ച നവഗാതനായ അർഫാസ് ആയൂബ് സംവിധാനം ചെയ്യുന്ന ലെവൽ ക്രോസ് ജൂലൈ 26-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഗംഭീര മേക്ക് ഓവറിലാണ് ചിത്രത്തിൽ ആസിഫ് അലി എത്തുന്നത്. സർവൈവർ ത്രില്ലർ ജോണറിലാണ് ചിത്രമൊരുങ്ങുന്നത്. ട്രഡീഷണൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചിത്രം കൂടിയാണ് ലെവൽ ക്രോസ്. ഒറ്റപ്പെട്ട വരണ്ട ഗ്രാമത്തിലെ ലെവൽ ക്രോസിൽ വാച്ച്മാനായി ജോലി ചെയ്യുന്ന യുവാവും ട്രെയിനിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് അതിജീവിക്കുന്ന യുവതിയും തുടർന്നുണ്ടാവുന്ന സംഘർഷങ്ങളും അതിന്റെ തുടർച്ചകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമായിരിക്കും ചിത്രത്തിൽ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ദൃശ്യം 2, റാം, കൂമൻ, 12th മാൻ എന്നീ ചിത്രങ്ങളിൽ ജിത്തു ജോസഫിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ച വ്യക്തിയാണ് അർഫാസ് ആയൂബ്. കൂടാതെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൽ അസോസിയേറ്റ് ഡയറക്ടറായും അർഫാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. പാഷൻ സ്റ്റുഡിയോസിന്റെയും അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേശ് പിള്ളയും സുധൻ സുന്ദരവുമാണ് ചിത്രം നിർമ്മിക്കുന്നത്.